18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ 26-ന് നടക്കുകയാണ്. കേരളം പോലെ രാഷ്ട്രീയമായി ചേരിതിരിവുള്ള ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയം തന്നെ ആയിരിക്കും മുഖ്യമായും വോട്ട് ചെയ്യുന്നതിന് അടിസ്ഥാനമായ കാരണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പൂർണ്ണമായും 100% ആൾക്കാരും രാഷ്ട്രീയം മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല വോട്ട് ചെയ്യുന്നത്. ചില ആൾക്കാരുണ്ട്, ഞാൻ എൻ്റെ ജാതിപ്പെട്ട ആളിന് ഞാൻ വോട്ട് ചെയ്യും എന്ന ഒരു വാശിയാണ്. വേറെ ചില മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ പറയും ഞാൻ എൻ്റെ മതത്തിൽപ്പെട്ട ആളിനെ വോട്ട് ചെയ്യുകയുള്ളൂ, എൻ്റെ വിശ്വാസം അതാണ് എനിക്ക് പ്രധാനം, അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ മറ്റു ചിലർ പറയും എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ടേ ഈ പാർട്ടിയിൽ വോട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞാനും ഇത് വോട്ട് ചെയ്യും. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഞാൻ മാറി കുത്തത്തില്ല, ഇതാണ് മറ്റു ചിലരുടെ അഭിപ്രായം. അപ്പോൾ വോട്ട് ചെയ്യാൻ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത് ഒരുപാട് കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ കേരളത്തിൽ ഉണ്ടാകണോ എന്നൊരു ചോദ്യം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാണ്. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ, നമ്മൾ തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കുന്നവർ അവിടെ പോയിട്ട് സംസാരിക്കാനുള്ള ഭാഷ കൈവശമുള്ളവരാണോ, അതായത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ അറിയാവുന്നവരാണോ? ഈ ഒരു ചോദ്യവും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ചിലർ പറയും അതിപ്പോൾ ലോക്സഭയിൽ പോയി ഏത് ഭാഷയിലും സംസാരിക്കാമല്ലോ, മലയാളത്തിൽ സംസാരിക്കാം. കാര്യം എല്ലാവരുടെയും എം പിമാരുടെ കയ്യിലും ട്രാൻസ്ലേറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ നടത്തുന്ന ഒരു യന്ത്രമുണ്ട്. അപ്പോൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അവിടെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ കേൾക്കും. പക്ഷേ അത് മാത്രമല്ല, ഈ ലോക്സഭയിൽ നമ്മൾ എം പിമാരൊക്കെ സംസാരിക്കുന്നത് ലോക്സഭാ ടി വിയിലൂടെയും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ അത് ശ്രദ്ധിക്കുകയും അതങ്ങനെ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ ഭാഷാ സ്വാധീനമുള്ള ആൾ തന്നെ വേണം. കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കുക, ഇതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. പിന്നെ വേറൊരു ചോദ്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നല്ല കാര്യബോധമുള്ളവർ വേണം. കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റുന്നതാവണം. അല്ലാതെ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കൊച്ചിലേ തൊട്ടേ ഞാൻ പ്രവർത്തിച്ച് 30 കൊല്ലമായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നവരായിരിക്കണം. ആ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അത് ലോക്സഭയിൽ പോയി അവതരിപ്പിച്ച് അതിന് പരിഹാരം തേടാൻ പറ്റുന്നവരാവണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ്. വെറുതെ ചുമ്മാതാണ്. ഏറ്റവും ശക്തരായ സംസ്ഥാനങ്ങളുണ്ട്, ദുർബലരായ സംസ്ഥാനമുണ്ട്. അപ്പം നയരൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ ഭരണകക്ഷിയുടെ എം പിമാർ വേണം. കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാനുള്ള ശേഷിയുള്ളവരില്ലെങ്കിലും നയരൂപീകരണത്തിൽ പ്രതിസന്ധി നേരിടും. അതുപോലെ തന്നെ ഭാഷാ സ്വാധീനമുള്ളവരില്ലെങ്കിലും കേന്ദ്രത്തിൽ പോയി സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ നല്ല യുഗപ്രഭാവന്മാരായ സ്വന്തം മണ്ഡലത്തിൽ സ്വാധീനവും മാധ്യമങ്ങളുടെ ഇടയിലാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും ശക്തരുമായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ഞാനീ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോയെന്നായിരിക്കും ആദ്യം ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും നമുക്കിതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണ്ടേ? ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. ഞാൻ ആദ്യം പറയുന്നത് ഈ കേന്ദ്രത്തിലെ ഭരണകക്ഷി പെടുന്ന ചില എം പിമാർ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കണം. അതിപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സുകാർ, കേന്ദ്രം CPM ഇനി ഭരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പം CPM ആകെ മത്സരിക്കുന്നത് 40 താഴെ സീറ്റാണ്. അപ്പോൾ എന്തായാലും അവർ ഭരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ ഉള്ളത് ഞാൻ പറയുന്നത് ഇനിയിപ്പം മുസ്ലിം ലീഗോ അകാലിദളോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയോ ആരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് വെച്ചാലും ആ ഭരിക്കുന്ന പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അതിൽ പെടുന്ന ചില എം പിമാരെ തിരഞ്ഞെടുത്ത് അയക്കേണ്ടതുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ അതാവശ്യമാണ്. കേരളം എപ്പോഴും പറയുന്ന ഒരു പരാതിയുണ്ട്, ഈ ധനകാര്യ കമ്മീഷനുകളൊക്കെ ശതമാനക്കണക്കിൽ വെച്ച് നോക്കുമ്പം കേരളത്തിൻ്റെ വിഹിതം താഴോട്ട് പോവാണ്. പണ്ട് 3% ഉണ്ടായിരുന്നു, ഇപ്പോൾ 1.92% കുറഞ്ഞു എന്നൊക്കെ പരാതി കേരള ധനകാര്യമന്ത്രി ബാലഗോപാൽ ഈ അടുത്ത സമയത്ത് പറഞ്ഞു. അതൊക്കെ കാണിക്കുന്നത് ഒരു കാര്യമാണ്, അതായത് നയരൂപീകരണത്തിൽ
കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, അതായത് ലോക്സഭാ അംഗങ്ങളോ രാജ്യസഭാ അംഗങ്ങളോ ഒക്കെ ആകാം, അവർക്കൊന്നും ഒരു സ്വാധീനവും ഇല്ല. ഇവിടെ കിടന്ന് വലിയ വാചകം അടിക്കുകയും മീശ പിരിക്കുകയും നാട്ടുകാരെയൊക്കെ വിരട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം, ഈ കേരളത്തിൻ്റെ അതിർത്തി വരെ അവർ വളരെ ഊർജ്ജസ്വലരായിരിക്കും. കാണുന്നവരെയൊക്കെ തെറി വിളിക്കും, എല്ലാവരോടും അധികാരം കാണിക്കും. പക്ഷെ വാളയാർ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല, തുറക്കത്തില്ല. പിന്നെ നല്ല അച്ചടക്കമുള്ള കുട്ടികളായിരിക്കും. അത് വാളയാറാണെങ്കിലും ശരി, മഞ്ചേശ്വരത്താണെങ്കിലും ശരി, ഇതൊക്കെ വ്യത്യാസമൊന്നുമില്ല. അവർക്കറിയാം ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നും നടക്കത്തില്ലെന്ന്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെ തിരഞ്ഞെടുത്താൽ ശരിയാകുമോ? നമ്മൾ ആലോചിക്കുക. പിന്നെ അടുത്ത വിഷയം, ഈ അന്തർ സംസ്ഥാന തർക്കങ്ങളുടെ ഒരു കാലമാണിന്ന്. പ്രത്യേകിച്ച് ഇന്ത്യ മുഴുവൻ ജലക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത ബാംഗ്ലൂരിൽ ഇപ്പോൾ ജലക്ഷാമമാണ്. തമിഴ്നാട്ടിൽ ജലക്ഷാമം അതൊരു നിത്യസംഭവം, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്, അതായത് തേനി തൊട്ട് അങ്ങ് മധുര, തിരുനെൽവേലി എല്ലായിടവും ജലക്ഷാമമുണ്ട്. അവർ കണ്ണുവെക്കുന്നത് കേരളത്തിൻ്റെ നദികളാണ്. ഈ കേരളത്തിൻ്റെ നദികളുടെ ജലം എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്ലാനൊക്കെ ഉണ്ട് തമിഴ്നാടിന്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ മുല്ലപ്പെരിയാർ എത്രയോ വർഷങ്ങളായിട്ട് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കേരളം കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരു മനുഷ്യർ ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് പെരിയാറിൻ്റെ കാര്യം പറയുമ്പം ആ നദി ഉത്ഭവിക്കുന്നത് കേരളത്തിൽ, നദിയുടെ ഒഴുകുന്നത് കേരളത്തിൽ, കടലിൽ പതിക്കുന്നതും കേരളത്തിൽ അറേബ്യൻ സീ കടലിലാണ്. പക്ഷേ ആ ഡാം പൂർണ്ണമായും തമിഴ്നാടിൻ്റെ നിയന്ത്രണത്തില്ല, മുല്ലപ്പെരിയാർ ഡാം. ഇതിനൊരു അറ്റകുറ്റപ്പണി നടത്താൻ പോലും അവർ സമ്മതിക്കില്ല. അപ്പം അപകടം മുഴുവൻ കേരളത്തിനും, അതിൻ്റെ പ്രയോജനം മുഴുവൻ തമിഴ്നാടിനും. ഇത് ഒരു ഡാം മാത്രമല്ല, നിരവധി ഡാമുകളിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം കിട്ടുന്നുണ്ട്. ശിരുവാണി അണക്കെട്ട്, അങ്ങനെ പലതുണ്ട്. ഇനി ഒരുപാട് നദികളുടെ മേൽ തമിഴ്നാട് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കേരളം ഇവിടുന്ന് വലുതായിട്ട് പഠിച്ച് പാണ്ടക്കെട്ടുമൊക്കെ മുറുക്കി അവിടെ പോയി പ്രസൻറ്റ് ചെയ്യും. ആരും നോക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഈ കരുത്തൻ്റെ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. ദുർബലൻ്റെ ശബ്ദം അവിടെ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും കിടന്ന്. തമിഴ്നാടിനെതിരെ യുദ്ധം ചെയ്യാനെന്നുള്ള സാമ്പത്തിക ശേഷിയോ രാഷ്ട്രീയ ശേഷിയോ ഒരു തരത്തിലുള്ള അധികാരമോ കേരളത്തിനില്ല. മലയാളികളുടെ കരച്ചിലും നമ്മുടെ ചെവിയിൽ തന്നെ മുഴങ്ങും. അപ്പോൾ ഇതിന് പരിഹാരം വേണമെങ്കിൽ കേന്ദ്രത്തിൽ നമുക്ക് സ്വാധീനം ഉണ്ടാവണം, കേന്ദ്രത്തിലെ ഭരണകക്ഷി. ഇല്ലെങ്കിൽ അപകടം നമ്മൾക്ക് തന്നെ. അത് ഒരു വിഷയം. അത് മറ്റൊരു വിഷയം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കേന്ദ്ര സർക്കാർ പല വലിയ വ്യവസായവൽക്കരണം നടത്തുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാകട്ടെ കർണാടകത്തിലാകട്ടെ നിരവധി വലിയ വ്യവസായ സ്ഥാപനങ്ങൾ വന്നു. ഇപ്പം നമുക്കറിയാം, ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്നു. തമിഴ്നാട് ഉണ്ട്, കർണാടകത്തിൻ്റെ അതിർത്തിയിലാണ്. അതുപോലെ നിരവധി കാർ നിർമ്മാണ ഫാക്ടറികൾ വന്നു, ഒക്കെ തമിഴ്നാട്ടിലാണ്. IT മേഖലയിലെ വലിയ നിക്ഷേപം നടക്കുന്നത് കർണാടകത്തിലാണ്. ഇന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു IT ടെക്നോ പാർക്ക് ഉണ്ടാകുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ കേരളത്തിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം കേരളത്തിലെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 20,000 കോടി രൂപയാണ്. പക്ഷേ കർണാടകത്തിൽ നിന്നുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 4-5 ലക്ഷം കോടി രൂപയോളം അടുപ്പിച്ചുണ്ട്, 3-4 ലക്ഷം കോടി രൂപയുണ്ട്. അപ്പോൾ കേരളത്തിനേക്കാൾ എത്ര അധികമാണ് അവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിലാണ് ഇന്ത്യ വിദേശ നിക്ഷേപം ഒരുപാട് ആകർഷിക്കുന്നത്. ആ മുഖ്യമായ നിക്ഷേപം മുഴുവൻ ഗുജറാത്തിലോട്ടാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ ഗുജറാത്തിലോട്ട് വന്നത്? നരേന്ദ്രമോദിയും അമിത്ഷായും അവരെ പോലുള്ള ശക്തരായ നേതാക്കന്മാർ ഗുജറാത്തിൽ നിന്നുണ്ട്. അത്ര വലിയ സംസ്ഥാനമൊന്നുമല്ല ഗുജറാത്ത്. ആകെ 28 MP കണ്ടേ ഉള്ളൂ, 30 താഴെ ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഉത്തർപ്രദേശിൽ പോകുന്നതിനേക്കാൾ വ്യവസായങ്ങൾ ഗുജറാത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. നമുക്ക് ശക്തരായ നേതാക്കന്മാർ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടും. അതേസമയം ദുർബലരായ നേതാക്കന്മാർ ഇംഗ്ലീഷും അറിയാൻ വയ്യ, ഹിന്ദി അറിയാൻ വയ്യ, മലയാളത്തിൽ കിടന്നുകൊണ്ട് അലറിക്കൊണ്ടിരിക്കും, ഒരു ഗുണവും കിട്ടുന്നില്ല. അവർ MLA മാരാവട്ടെ, പക്ഷേ MP ഇത്തരക്കാർ ആയാൽ നമുക്ക് പ്രയോജനം കിട്ടില്ല. അത് വേറൊരു വസ്തുത. ഇനി മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഇപ്പം കേരളമെന്ന സംസ്ഥാനത്തിന് ആസ്തിത്വം പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പണ്ട് മലയാളം സംസാരിക്കുന്ന ആൾക്കാർ വളരെ നിർണായകമായിട്ടുള്ള ഒരു
പ്രദേശമായിരുന്നു കന്യാകുമാരി ജില്ല. ആ കന്യാകുമാരി ജില്ല തമിഴ്നാടിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തമിഴ്നാടിനോട് ലയിപ്പിച്ചു. ശരിക്കും കേരളത്തിൻ്റെ നെല്ലറയായ നാഞ്ചിനാട് ഈ കന്യാകുമാരി ജില്ലയിലാണ്. ഏതാണ്ട് ജനസംഖ്യയുടെ പകുതിയോളം, പകുതി വരത്തില്ലായിരിക്കാം, എങ്കിലും ഒരു 40-45%, അന്നത്തെ കാലത്ത് ഒരുപക്ഷെ പകുതിയിലധികം മലയാളികളായിരുന്നു. ഇപ്പോഴും 40%-ലധികം മലയാളം സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ പ്രയോജനമില്ല. കാരണം കൂടുതൽ ബാർഗനിങ് പവർ, അതായത് വിലപേശാനുള്ള ശേഷി കേരളത്തേക്കാൾ വളരെയധികം തമിഴ്നാടിനാണ്. അവരോട് നമുക്ക് ഏറ്റുമുട്ടാൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇത് ഒരു കാര്യം. പിന്നെ ഈ നേതാക്കന്മാർ, മഹാരഥന്മാരായ നേതാക്കന്മാരെ സംഭാവന ചെയ്ത നാടാണ് കേരളം. പഴയ കാലത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ എം ഒ മത്തായി, പിന്നെ പനമ്പള്ളി ഗോവിന്ദമേനോൻ, വി കെ കൃഷ്ണമേനോൻ, വലിയ യുഗപ്രഭാവന്മാരുടെ സാക്ഷാൽ പിന്നെ കെ കരുണാകരൻ, എ കെ ആൻ്റണി, ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ തരത്തിലുള്ള നേതാക്കന്മാർ സംഭാവന ചെയ്യുന്ന കേരളത്തിൽ നിന്ന് വളരെ പേരൊന്നുമില്ല. കോൺഗ്രസ്സിൽ ഒരു കെ സി വേണുഗോപാലുള്ളത് ഒരാശ്വാസമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദേശീയ തലത്തിൽ വലിയ സ്വാധീനശേഷിയുള്ളൊരു നേതാവാണ്, സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയാൽ ആരുണ്ട്? ആരുമില്ല. ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ എം പിമാർ കേരളത്തിൽ നിന്ന് വേണം. ഇപ്പോൾ ബി ജെ പിയാണ് ഭരിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ എം പിമാർ വേണമെന്ന് തന്നെ ഞാൻ പറയും. അതിൻ്റെ പേരിൽ എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും ഞാൻ പറയും, ഇത് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ ഒരുപാടില്ലെങ്കിൽ ഒരു 2-3 പേരെങ്കിലും കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ അവർ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കും. അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്. ഈ ബി ജെ പി എം പിമാർ കേരളത്തിൽ നിന്നുണ്ടായാൽ കേരളത്തിലെ പൊതുമേഖലാ കേന്ദ്ര സ്ഥാപനങ്ങൾ അതൊക്കെ അവർ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ അവർ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കില്ലേ? തിരിച്ചെനിക്കൊരു ചോദ്യമുണ്ട്. ഈ തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് കൊടുത്തപ്പോൾ ഇവിടുത്തെ ഏത് എം പിയാണ് അതിനെതിരെ ഒരു ചെറുപേരെങ്കിലും പൊക്കിയത്? ഈ യഥാർത്ഥത്തിലെ ഉത്തരേന്ത്യൻ ബിസിനസ് ലോബി, പ്രത്യേകിച്ച് ഈ ഗുജറാത്തി കച്ചവടക്കാർക്ക്, അവർക്ക് കേരളത്തിൽ ബി ജെ പി വരാതിരിക്കുന്നതാണ് ഇഷ്ടം. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പ്രതിപക്ഷ മറ്റ് കോൺഗ്രസിൻ്റെ ആണെങ്കിലും സി പി എം എം പിമാരെയൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവർ അവരുടെ കൂടെ നിന്നാൽ പിന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും അറിയാം. ശരിക്കും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദാനി ഗ്രൂപ്പിന് വലിയ ആശങ്കകളുണ്ടായിരുന്നു. കേരളത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നൊക്കെ അവർ പേടിച്ചു. സത്യത്തിൽ ആ ഗ്രൂപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരിക്കൽ എന്നോട് സംസാരിച്ചു. പക്ഷേ ഇവിടെ ഒരു ചുക്കും ഉണ്ടായില്ല. കാരണം ഒരു തിരുവനന്തപുരത്ത് അദാനി ഈ പറയുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുത്തപ്പോൾ അതിന് മുന്നിൽ ഒരു കൊടിയും പിടിച്ചു പോലും ഒരുത്തനില്ലായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദാനി ഏറ്റെടുത്ത് നടത്തുമ്പോൾ 2019 ഈ തുറമുഖത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് അത് കേരള സർക്കാരിന് കൊടുക്കാമെന്ന് അദാനിയുടെ വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് ഇതുവരെ അവർ നിറവേറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഓരോ ദിവസവും കേരളത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്, അതും കൊടുത്തിട്ടില്ല. അതിനൊക്കെ ഓരോ കാരണം പറഞ്ഞു. കോവിഡ് പറയും, മറ്റേത് പറയും, ഇനിയിപ്പം വെള്ളപ്പൊക്കം പറയും, അടുത്തത് ഓഖി പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയക്കാരെയും അവർ കൈകാര്യം ചെയ്യും. ഞാൻ ഒരുപാട് ആരോപണമൊന്നും ഉന്നയിക്കുന്നത്, എൻ്റെ തെളിവൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കണ്ണും കാതും തുറന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിൻ്റെ പിന്നെ അസറ്റുകൾ അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെതിരെ കേരളത്തിൽ ഒരു പ്രക്ഷോഭവും ഇപ്പോഴില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കമ്മ്യൂണിസം ഒന്നും ഇപ്പോൾ സി പി എം പോലും പറയുന്നില്ല. മതേതരത്വം എന്നുള്ളൊരു വാക്ക് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. കമ്മ്യൂണിസം എന്നുള്ള ആരെങ്കിലും എവിടെയെങ്കിലും പറയുമോ ഇപ്പോഴും? അതൊക്കെ അതിൻ്റെ കാലമൊക്കെ നിർത്തി. ഇനി എന്തുകൊണ്ട് വേറൊരു കാരണം കേന്ദ്രത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ MLA കേരളത്തിൽ വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മലയാളികൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. ഇന്ന് ലോകത്ത് എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് 2 ദിവസം മുമ്പ് പേമാരിയായാണ് ദുബൈയിലും അതുപോലെ UAE മറ്റ് പല രാജ്യങ്ങളിലും. ഇവിടെ മലയാളിയെ രക്ഷിച്ച് അല്ലെങ്കിൽ മലയാളികൾക്ക് വേണ്ട സഹായം എത്തിക്കണമെങ്കിൽ അത് കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റില്ല. അതിന് കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിക്കണം. അപ്പോൾ കേരളത്തിലെ താല്പര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇവിടെ നിന്നുള്ള ഒരു MP അല്ലെങ്കിൽ 2-3 MPമാരുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരൊന്ന് മടിക്കും നമ്മുടെ കാര്യം അങ്ങനെ അവഗണിക്കുന്നതിന് മുമ്പ്. കാരണം അവർക്ക് അവരുടെ MPമാരെ തന്നെ തൃപ്തിപ്പെടുത്തേണ്ട വരും. ഇത് ഒരു കാര്യം. അതുപോലെ കേരളത്തിൽ പിന്നെ
നിങ്ങളിന്ന് ഒരു കാര്യം ആലോചിക്കണം. ഒരു കാലത്ത് നമ്മുടെ ജനസംഖ്യയേക്കാൾ ആ പ്രപ്പോർഷനേക്കാൾ വളരെയധികം ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്രത്തിലെ പല മന്ത്രാലയങ്ങളിലും മലയാളികളുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിന് പ്രയോജനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പല ആവശ്യങ്ങളും പല മന്ത്രാലയങ്ങളിലും എത്തുമ്പോൾ ആ ഫയലുകൾ അവിടെ വേഗത്തിൽ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ കേരളത്തിനോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ വേണം. കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്നവർ വേണം. ഈ യാഥാർത്ഥ്യങ്ങൾ അറിയാത്ത ഉത്തരേന്ത്യക്കാരിരിക്കുമ്പോൾ അവിടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ താല്പര്യങ്ങൾ നിഷ്കരണം തള്ളപ്പെടുകയും ചെയ്യും. ഇവിടെയും അത്തരം താക്കോൽ സ്ഥാനങ്ങളിൽ മലയാളി ഉദ്യോഗസ്ഥർ ഉണ്ടാവണമെങ്കിൽ കേന്ദ്രത്തിൽ നമുക്ക് രാഷ്ട്രീയ സ്വാധീനം വേണം. ഇങ്ങനെ പലതരത്തിലുള്ള സ്വാധീനങ്ങളുടെ ഫലമായിട്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനവും നിലനിൽപ്പും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിലെ ഭരണകക്ഷി അത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിപ്പം ഇന്ന് BJP ആണെങ്കിൽ നാളെ മറ്റൊരു പാർട്ടിയാകാം, അന്നൊക്കെ തന്നെയും കേരളത്തിൽ നിന്നും അവരുടെ പ്രതിനിധികൾ ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്, അതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? പകരം നമ്മൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ തന്നെ ആയിരിക്കും ഹനിക്കപ്പെടുന്നത് എന്ന് മാത്രം ഓർത്തിരിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള പാർട്ടിക്ക് നിങ്ങളുടെ ബുദ്ധിയും ചിന്താശേഷിയും അനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുക. അടുത്ത തവണ കാണും വരേക്കും നമസ്കാരം.